ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്, അതേപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ പറയുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന കുട്ടികൾ കാണും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവരും തന്നെ LBS വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഡിപ്ലോമയുടെ ആ ഒരു ലിങ്ക് കാണാനായിട്ട് സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന പോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കാം. റാങ്ക് ലിസ്റ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ്. കാൻഡിഡേറ്റ്സ് ക്യാൻ രജിസ്റ്റർ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് ഫ്രം 8/10/2025 4 PM to 12/10/2025 5 PM. Trial allotment will be published on 14/10/2025. അതായത് ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് October 8 മുതൽ October 8 4 PM, നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈം കൊടുത്തിരിക്കുന്നത് October 8 4 PM തൊട്ട് October 12 5 PM വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ തന്നിരിക്കുന്ന സമയം. എല്ലാവരും തന്നെ October 8 അതേപോലെ തന്നെ October 12 തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൃത്യമായി തന്നെ വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഒരു നോട്ടീസിൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട്. 14/10/2025, അതായത് October 14 ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് പറയാം. ഡിപ്ലോമയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കുമാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ചില കുട്ടികൾക്കൊക്കെ ഡോക്യുമെൻസിൻ്റെ കുഴപ്പം കാരണവും അതേപോലെ ഡോക്യുമെൻറ്റ്സ് വെച്ചിരിക്കുന്നത് തെറ്റായ കാരണവും LBS അവരെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കറക്ഷൻ ടൈമും തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ കറക്ഷൻ ടൈമൊക്കെ തന്നിട്ടും കറക്റ്റ് ആക്കാതെ ഡോക്യുമെൻറ്റ്സൊക്കെ തെറ്റായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തൊക്കെ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഒന്നും തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും നമ്മുടെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് ആരൊക്കെയാണോ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്കാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ സൈഡിലായിട്ട് നമുക്കൊരു 3 ലൈൻസ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ റാങ്ക് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. ആ ഒരു പേജ് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. കോട്ട എന്ന് പറയുന്ന അവിടെയും നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ ബോക്സിൽ ഷോ എന്ന് പറഞ്ഞ് കാണും. ആ ഒരു ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴേക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. സ്റ്റേറ്റ് മെറിറ്റ് അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ബേസ് ചെയ്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ 1000 കുട്ടികളാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു പേജ് വരാനായിട്ട് നമ്മൾ LBS സെൻറ്ററിൻ്റെ ആ ഒരു പേജിൽ നിന്നും സൈഡിലുള്ള 3 ലൈൻസ് പ്രസ് ചെയ്ത് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ആയിരിക്കും.
അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് LBSൽ ഇപ്പോൾ അപ്രൂവ്ഡ് ആയിരിക്കുന്ന ഡിപ്ലോമയുടെ എല്ലാ കോളേജസും കോഴ്സസും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സസ് മാത്രം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട കോളേജസും മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട കോളേജസും കോഴ്സസും വെക്കാനായിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പോയി എന്തായാലും അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാത്ത കോളേജാണ് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പോകാനൊരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ട കോളേജസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ കോളേജസ് ലഭിക്കുമ്പം നമ്മളവിടെ എന്തായാലും പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ട കോളേജസ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ കോളേജ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കോളേജസും അതേപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഒരു ബോക്സും കാണും. അവിടെ നമ്മൾ 1 2 3 4 5 അങ്ങനെ നമ്പർ ഇട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏത് കോളേജാണോ കൂടുതലിഷ്ടം ആ കോളേജ് തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിംസ്, അതേപോലെ ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലും എടുത്താൽ കിംസ് അതേപോലെ അനന്തപുരി ഹോസ്പിറ്റൽ, ഇങ്ങനെ 2 ഹോസ്പിറ്റൽ എടുത്താൽ നമുക്ക് കിംസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ അത് ഫസ്റ്റ് വെക്കുക. അല്ല അനന്തപുരിയാണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വെക്കുക. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഡൗട്ട് വരേണ്ട ഒരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു കോഴ്സ് പറയാണ്, നമ്മളിപ്പോൾ അനസ്തേഷ്യൻ ഓപ്പറേഷൻ ടെക്നോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സസിൻ്റെ കോളേജസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സ് വരുമ്പോൾ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞല്ല തുടങ്ങേണ്ടത്. അതിന് പകരം നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത്, ഇപ്പോൾ 6 എന്ന് പറഞ്ഞ ആ ഒരു കോളേജ് 6th കോളേജിൻ്റെ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ അടുത്ത കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 7 8 9 അങ്ങനെയാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും 1 2 3 എന്ന് പറഞ്ഞ് തുടങ്ങരുത്. അപ്പോൾ എല്ലാ കുട്ടികളും തന്നെ കറക്റ്റായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് October 8 4 PM തൊട്ട് October 12 5 PM വരെയാണ് ടൈം തന്നിരിക്കുന്നത്. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പേര് വരികയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത കുറേ കുട്ടികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് വെക്കുക എന്നതാണ്. എല്ലാവരും തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് തന്നെ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.